എല്ലാവർക്കും നമസ്കാരം. നയനസ് വ്ളോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഡേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ആണെങ്കിൽ ടേസ്റ്റ് കുറച്ചുകൂടെ നല്ലത് കാന്താരി മുളക് ചേർത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കാന്താരി മുളക് ചേർത്താലാണ് കുറച്ചും കൂടെ ബെറ്റർ ആകത്തുള്ളൂ. കുറച്ച് ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കാന്താരി മുളകൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ പച്ചമുളക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്കിപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചെറിയുള്ളി, പച്ചമുളക് ഇതെല്ലാം വേണം. അപ്പോൾ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 8-10 ചെറിയുള്ളിയും ഒരു 6 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. അതുപോലെ ഇതിന് വേണ്ടൊരു കാര്യമാണ് ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഡേറ്റ്സ് നമ്മളിവിടെ കുരു കളഞ്ഞിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുരു കളയുമ്പോൾ നിങ്ങളത് വലിച്ച് തുറന്ന് 2 കഷ്ണാക്കിയിട്ട് ചെയ്യരുത്. നമ്മളൊരു കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞിട്ട് അതിൻ്റെ വരഞ്ഞ ഇതിൽ കൂടെ ആ കുരു എടുത്ത് പുറത്തേക്ക് കളയുക. അങ്ങനെ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ നമുക്ക് ഫില്ലിങ്സ് വെക്കാനായിട്ട് പാടായിരിക്കും. ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ കളയാൻ ശ്രമിക്കുക. അപ്പോൾ ബാക്കി ഉള്ളതെല്ലാം അങ്ങനെ തന്നെ കളഞ്ഞ് വയ്ക്കുക. അപ്പോൾ ഞാൻ എല്ലാ ഈന്തപ്പഴത്തിൻ്റെയും കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം. പച്ചമുളകിൻ്റെ ഉള്ളിയുടെയും എണ്ണ അതിനനുസരിച്ച് കൂട്ടിയാൽ മതി. അപ്പോൾ ഞാനിതൊരു 13 ഒക്കെ ഉണ്ടാവുള്ളൂ, അത്രയാണ് ഉണ്ടാക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ഈ പച്ചമുളകും ചെറിയുള്ളിയും കൂടെ ഒരു മിക്സഡ് ജാറിലിട്ട് കുറച്ച് ചെറിയ 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അടിച്ച് പേസ്റ്റാക്കി എടുക്കാം. അപ്പം നമ്മളിവിടെ അടിച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് അരയാനൊക്കെ ഉണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് നല്ലോണം മിക്സിയിലിട്ട് അരയ്ക്കുക. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒരു 1/2 സ്പൂൺ ചേർക്കുക. വെളിച്ചെണ്ണ തന്നെ ചേർക്കാനായിട്ട് ശ്രമിക്കണം. എന്നിട്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മൈദപ്പൊടി നമുക്ക് ഒരു 1/4 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. എനിക്ക് 13 ഉണ്ടാക്കാനായിട്ട് 1/4 കപ്പ് മതി. അപ്പോൾ ഞാൻ ആദ്യം ഒരു 1/2 കപ്പ് എടുത്ത് മിക്സ് ചെയ്തിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ചേർക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എനിക്കൊരു 1/4 കപ്പും കൂടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ എത്ര ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ച് മൈദപ്പൊടിയുടെ അളവിൽ മാറ്റം വരുത്താം കേട്ടോ. അപ്പം ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. അധികം കട്ടയൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ എനിക്ക് 1/2 കപ്പ് ഞാൻ ആദ്യം ഇട്ടിട്ട് തികഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പും കൂടി ഇട്ട് ഇപ്പോൾ ടോട്ടൽ 1/4 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യുക. ഞാൻ കൈ വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തത്. അത് വീഡിയോയിൽ എടുത്തില്ല. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര വേണം. അപ്പം ഞാനിവിടെ ഒരു 1/2 സ്പൂൺ ടു 1 സ്പൂൺ വരെയാണ് ചേർക്കുന്നുള്ളൂ. കാരണം ഓൾറെഡി ഈന്തപ്പഴത്തിന് നല്ല മധുരം ഉണ്ടല്ലോ. അപ്പം നമ്മൾ പഞ്ചസാര അധികം ഇട്ടാൽ മധുരം ഓവറായി പോകും. അപ്പം ഞാനിവിടെ ഒരു സ്പൂണേ ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം ഞാനൊരു 1/4 കപ്പ് പൊടിയാണല്ലോ എടുത്തേക്കണത്. അപ്പോൾ ഓവർ മധുരം ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ 2 സ്പൂൺ വരെ പഞ്ചസാര ചേർക്കുക. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള ഈന്തപ്പഴം ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യാണ് ചെയ്യേണ്ടത്. കണ്ടോ? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് രണ്ടായിട്ട് പൊളിച്ചെടുക്കരുത് ഈ ഈന്തപ്പഴം. കാരണം നമുക്ക് ഫില്ലിങ്സ് വെക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഫില്ലിങ്സ് ഇതിലേക്ക് വയ്ക്കാം. കണ്ടോ? ഇതുപോലെ തന്നെ വയ്ക്കുക. എന്നിട്ട് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി ഒന്ന് അടയ്ക്കുക. ഓവറായിട്ട് പ്രസ് ചെയ്യേണ്ട, പയ്യെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് അടച്ചാൽ മതി. അതിൻ്റെ അകത്തൊന്ന് ഇരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പം ബാക്കി ഉള്ളതും അങ്ങനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം സ്പൂൺ വെച്ച് ചെയ്തിട്ട് പക്ഷേ പറ്റില്ല, കൈ കൊണ്ട് തന്നെ ചെയ്താലേ കേട്ടോ അത് ശരിയാവുള്ളൂ, അത് ഇരിക്കുള്ളൂ. അപ്പോൾ നമുക്ക്
എല്ലാം അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളത് മൊത്തം ഞാനിങ്ങനെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നമ്മൾ മൈദ ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ മുക്കി നമ്മൾ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇത്ര ഉണ്ടാക്കാൻ ഈ ഒരു 3/4 കപ്പ് മൈദ മതിയാവും കേട്ടോ. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം മാത്രം ഇത് മാവിൽ മുക്കി അതിലേക്ക് ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ ഓരോന്നായിട്ട് ഇതിലേക്ക് മാവിൽ മുക്കി പൊരിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് 2 വശം മൊരിച്ചെടുക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. 2 വശം അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് മൊരിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 സൈഡും ഞാൻ മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്നാക്ക് റെഡി ആയി കഴിഞ്ഞു. ഇങ്ങനെയാണത് ഇരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന്. ഇനി ഇതിൻ്റെ ഉൾവശം ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം. അതിൻ്റെ ആ മുളകിൻ്റെ എരിവും ഉപ്പും മധുരമൊക്കെ ചേർത്ത് ഒരു സ്പെഷ്യൽ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരാം. കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അടിപൊളി സാധനം. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. കുറച്ച് കരിഞ്ഞൊക്കെ പോയി, സാരമില്ല, ഒന്ന് കഴിച്ചോ. എന്നിട്ട് ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.